നമസ്കാരം. കൊല്ലവർഷം 1202 ചിങ്ങം 1 മുതൽ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 കർക്കിടകം വരെയുള്ള കാലയളവിലെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലം, പ്രത്യേകിച്ച് ഗ്രഹനിലയും ഗോചരഫലങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ നാഥൻ ബുധനാണ്. വൃശ്ചികക്കൂറിൻ്റെ അധിപൻ ചൊവ്വയും. 1202 ഗ്രഹങ്ങളുടെ സഞ്ചാരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന സ്വാധീനം. വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം വ്യാഴത്തിൻ്റെ ഗോചരഫലം ചില മാറ്റങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട മാസമായി കണക്കാക്കുന്നു. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ വ്യാഴത്തിൻ്റെ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ മുൻകരുതലെടുക്കണം. വൃശ്ചികക്കാരായതിനാൽ കണ്ടകശനിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ ആയ മാനസിക സമ്മർദ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ കാലയളവിൽ ഉണ്ടായേക്കാം. എങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും മാത്രമേ ഏത് കാര്യത്തിലും വിജയം കാണാൻ സാധിക്കൂ എന്നത് ശനിയുടെ സ്ഥിതി ഓർമ്മിപ്പിക്കുന്നു. രാഹുകേതുക്കളുടെ ഫലങ്ങളനുസരിച്ച് തൊഴിൽ രംഗത്തും ആരോഗ്യകാര്യങ്ങളിലും പെട്ടെന്നുള്ള ചില വ്യതിയാനങ്ങൾ വരാം. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ ജ്യോതിഷികളുടെയോ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. വരവും ചെലവും നോക്കുമ്പോൾ 1202 പുതുവർഷ ഫലത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ സാമ്പത്തിക രംഗത്ത് മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ ധനകാര്യത്തിൽ വന്നു ചേരാം. മുൻകാലങ്ങളിലെ ബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ചില അവസരങ്ങൾ ഒത്തുവരുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവപ്പെടാം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും വലിയ തോതിലുള്ള ധനമിടപാടുകൾ നടത്തുമ്പോഴും ജാഗ്രത വേണമെന്നും കാണേണ്ട ഒരു വർഷമാണ്. ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് പെട്ടെന്ന് ചാടിപ്പുറപ്പെട്ട് പണം മുടക്കാതിരിക്കുക എന്നത് ഓർക്കുക. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ കാലയളവിൽ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെങ്കിലും അതിനായുള്ള ശ്രമങ്ങൾ ചില തടസ്സങ്ങളിൽ കൊണ്ടിടാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം പിന്നീട് ലഭിക്കും. കുടുംബപരമായ ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. എങ്കിലും ബുദ്ധിപരമായ ഇടപാടുകളിലൂടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. പൂർവിക സ്വത്തിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് മികച്ച മാറ്റങ്ങളും അർഹമായ അംഗീകാരങ്ങളും തേടി വരുന്ന വർഷമാണിത്. മേലധികാരികളുടെ പ്രീതിയും പിന്തുണയും ലഭിക്കുന്നത് വഴി പുതിയ ചുമതലകളും പ്രൊമോഷനുകളും പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാൻ നോക്കുന്നവർക്കും അനുകൂലമായ അന്തരീക്ഷം കാണുന്നുണ്ട്. വിദേശ ബന്ധങ്ങളിലുള്ള ജോലികളിലോ വ്യാപാരങ്ങളിലോ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന അവസരം വന്നു ചേരും. തൊഴിൽപരമായ യാത്രകൾ പുതിയ പ്രോജക്റ്റുകളുടെ ഭാഗമാകാനും അവസരമുണ്ടാകും. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന ഈ അവസരങ്ങൾ കരിയറിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. കുടുംബത്തിലെ ഐക്യം. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്ന വർഷമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒത്തൊരുമയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങളോ വിശേഷപ്പെട്ട ചടങ്ങുകളോ നടക്കാൻ യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനം, വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണിത്. മാതാപിതാക്കളുടെയും മറ്റ് മുതിർന്നവരുടെയും ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവരുടെ അനുഗ്രഹവും പിന്തുണയും എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടാകും. മക്കളിൽ നിന്നുള്ള സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും അവരുടെ വിദ്യാഭ്യാസത്തിലും കരിയറിലും പുരോഗതി കാണാനും സാധിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. പഠനത്തിലെ മികവ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രതയും മികച്ച വിജയം കൈവരിക്കാനും സാധിക്കുന്ന വർഷമായി 1202 പുതുവർഷം കാണുന്നു. പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ ബുധൻ്റെ സ്വാധീനം സഹായിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന കോളേജുകളിലോ കോഴ്സുകളിലോ പ്രവേശനം ലഭിക്കാൻ അനുകൂലമായ സമയമായിട്ടും കാണുന്നുണ്ട്. വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങി അനുകൂല ഉത്തരവുകളും ലഭിക്കും. സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്കും പ്രവേശന പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. എഴുത്ത്, കല, സയൻസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ തങ്ങളുടെ സർഗാത്മക കഴിവുകൾ തെളിയിക്കാനും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരും. ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും വ്യാഴത്തിൻ്റെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ ഗോചരസ്ഥിതി അനുസരിച്ച് ചെറിയ തോതിലുള്ള ആരോഗ്യ ശ്രദ്ധ ആവശ്യവുമാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക്, ഉദരസംബന്ധമായ അസുഖങ്ങൾ, വാദസംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അലർജി എന്നിവ ഉള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഭക്ഷണത്തിനും വ്യായാമത്തിലും കൃത്യമായ ശ്രദ്ധയും പുലർത്തണം.
മാനസിക ഉല്ലാസത്തിന്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം തുടങ്ങിയവ ശീലിക്കുന്നത് ഗുണം ചെയ്യും. കൃത്യമായ വിശ്രമവും ഉറക്കവും ശീലമാക്കുന്നത് ശരീരത്തിന് ഊർജവും ഉന്മേഷവും നിലനിർത്താൻ ഇതുവഴി സാധിക്കും. തൊഴിൽപരമായോ വ്യക്തിപരമായോ ഉള്ള ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യത്തിലും പ്രത്യേക കരുതലുണ്ടാകുന്നതും നല്ലതാണ്. ഈ വർഷത്തെ ഗ്രഹനില അനുസരിച്ച് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാവുന്ന ചെറിയ തടസ്സങ്ങളും ദോഷഫലങ്ങളും ലഘൂകരിക്കാവുന്നതാണ്. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ബുധൻ്റെ ദോഷങ്ങൾ അകറ്റാൻ നല്ലതാണ്. ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ നക്ഷത്ര ദിവസങ്ങളിലോ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രഹ്മണ്യ പൂജയോ വഴിപാടുകളോ നടത്തുന്നത് തൊഴിലിലെയും ജീവിതത്തിലെയും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുകയോ എണ്ണപ്പഴം വഴിപാടുകൾ നടത്തുകയോ ചെയ്യുന്നത് ഉത്തമമായി കാണുന്നു. കഴിയുന്ന വിധത്തിൽ പാവപ്പെട്ടവർക്കോ വിദ്യാർത്ഥികൾക്കോ ഉള്ള പഠന സാധനങ്ങളോ അന്നദാനമോ നടത്തുന്നത് വഴി ജാതകത്തിലെ ദോഷങ്ങൾ കുറയുകയും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും ചെയ്യും.